ഭൂമിയെ പോലത്തെ 1300 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ള വളരെ വലിയൊരു വസ്തുവാണ് ജൂപ്പിറ്റർ. എന്നാൽ ജൂപ്പിറ്ററിനെ പോലത്തെ 1000ഓളം ഗ്രഹങ്ങളെ നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന വസ്തുത ആലോചിക്കുമ്പോഴാണ് സൂര്യൻ എത്രത്തോളം ബൃഹത്തായ ഒരു വസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സൗരയൂഥത്തിലെ വസ്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് സൂര്യൻ അത്രയേറെ വലിയൊരു വസ്തുവായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സൂര്യൻ വെറും ശരാശരി വലിപ്പം മാത്രമുള്ള ഒരു നക്ഷത്രമാണ്. സൗരയൂഥത്തിന് പുറത്തേക്ക് പോയാൽ സൂര്യനേക്കാൾ ഒരുപാട് വലിയ നക്ഷത്രങ്ങളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതിൽ ചില നക്ഷത്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സൂര്യൻ വെറും ഒരു മണൽത്തരി മാത്രമാണല്ലോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രയേറെ ബ്രഹ്മാണ്ഡമായ നക്ഷത്രങ്ങൾ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വമ്പൻ നക്ഷത്രങ്ങൾക്കിടയിൽ ഏതാണ് ഏറ്റവും വലിയ നക്ഷത്രം? ഈ ചോദ്യം കേൾക്കുമ്പോൾ UV-Scuti-യും സ്റ്റീഫൻസൺ 2 ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എന്നാൽ ഇതൊന്നുമല്ല അതിന്റെ ഉത്തരം. കാരണം ഈ നക്ഷത്രങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ ശാസ്ത്രജ്ഞർ മറ്റൊരു പുതിയ നക്ഷത്രത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ദൃശ്യപ്രപഞ്ചത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നക്ഷത്രം. അതേത് നക്ഷത്രമാണെന്നും എന്താണ് അതിന്റെ പ്രത്യേകതകളെന്നും ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് പണ്ട് പരിഗണിച്ചിരുന്ന നക്ഷത്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നും നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം എന്ന സ്ഥാനം ഓരോ കാലത്തിലും ഓരോ നക്ഷത്രത്തിനാണ് നൽകിയിരുന്നത്. എന്തെന്നാൽ ബഹിരാകാശത്തിനെ കൂടുതൽ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വലിപ്പമുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ നക്ഷത്രം ഏതാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം 1860 കണ്ടെത്തിയിരുന്നു. അതാണ് UV-Scuti. ഇതൊരു റെഡ് സൂപ്പർ ജയന്റ് നക്ഷത്രമാണ്. റെഡ് ജെയിന്റുകൾ അഥവാ ചുവന്ന ഭീമൻ നക്ഷത്രങ്ങളാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ. ഈ വിഭാഗത്തിലെയും ഏറ്റവും വലിയ നക്ഷത്രങ്ങളെയാണ് റെഡ് സൂപ്പർ ജെയിന്റ്സ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ നശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ വലിപ്പം വെച്ച് റെഡ് ജെയിന്റുകളാകുന്നത്. അടുത്ത 10 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ UV-Scuti പൊട്ടിത്തെറിക്കുകയും ആ പൊട്ടിത്തെറിയിലൂടെ അതൊരു ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്യും. നമ്മുടെ സൂര്യൻ ഈ നക്ഷത്രത്തിന് മുന്നിൽ ഒരു കടുകുമണിയുടെ അത്ര പോലുമില്ല. അത്രയും വലിയ നക്ഷത്രമാണ് UV-Scuti. 1.5 നൂറ്റാണ്ടിന് മുൻപ് കണ്ടെത്തിയ ഈ നക്ഷത്രമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം. ആക്ച്വലി ഏറ്റവും വലിയ നക്ഷത്രം ഏതാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പോഴും UV-Scuti-യുടെ പേരാണ് കാണിക്കുന്നത്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇതിന് സൂര്യന്റെ 1700 മടങ്ങ് വലിപ്പമുണ്ടെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നാൽ ഒരു നക്ഷത്രം നമ്മളിൽ നിന്നും എത്ര ദൂരത്തിലായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും അതിന്റെ വലിപ്പം നമ്മൾ നിർണ്ണയിക്കുന്നത്. ഈ നക്ഷത്രം ഏകദേശം 9500 പ്രകാശ വർഷങ്ങൾക്കകലെയാണെന്നായിരുന്നു ആദ്യം ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഓർക്കുക, ആ നിഗമനത്തിലെത്തിയത് 1980കളിലെ ടെക്നോളജികൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയാണ്. പക്ഷേ പിൽക്കാലത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ ടെലിസ്കോപ്പ് നടത്തിയ നിരീക്ഷണത്തിൽ UV-Scuti പണ്ട് നമ്മൾ കരുതിയിരുന്നതിൽ നിന്നും ഒരുപാട് സമീപത്തിലാണെന്ന് മനസ്സിലായി. ഗയ ടെലിസ്കോപ്പിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ UV-Scuti ഭൂമിയിൽ നിന്നും വെറും 5900 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ UV-Scuti-ക്ക് പരമാവധി ഏകദേശം നമ്മുടെ സൂര്യന്റെ 755 മടങ്ങ് വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് ഏകദേശം ബീറ്റിൽജിയസ് അഥവാ തിരുവാതിര നക്ഷത്രത്തിന്റെ അത്ര വലിപ്പം. 755 മടങ്ങ് വലിപ്പം എന്നത് ഒട്ടും തന്നെ ചെറുതല്ല. ആ നക്ഷത്രത്തിനെ എടുത്ത് നമ്മുടെ സൗരയൂഥത്തിന്റെ മധ്യത്തിൽ വെച്ചാൽ അതിന്റെ വലിപ്പം മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് വരെ എത്തും. അത്രയും വലിയൊരു നക്ഷത്രമാണ് UV-Scuti. പക്ഷെ അത്രയും വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 100-ൽ പോലും UV-Scuti വരില്ല. UV-Scuti-ക്ക് ശേഷം കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് പരിഗണിച്ചിരുന്ന മറ്റൊരു നക്ഷത്രമാണ് സ്റ്റീഫൻസൺ 2-18. ഏകദേശം 19,000 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള സ്റ്റീഫൻസൺ 2 എന്നൊരു നക്ഷത്ര കൂട്ടത്തിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമന പ്രകാരം ഇതിന് നമ്മുടെ സൂര്യന്റെ 2150 മടങ്ങ് വലിപ്പമുണ്ട്. ഈ കണക്ക് ശാസ്ത്രലോകത്തിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം നക്ഷത്രങ്ങൾക്ക് വയ്ക്കാൻ കഴിയുന്ന പരമാവധി വലിപ്പമെന്നത് സൂര്യന്റെ 1500 മടങ്ങോളം വരെ മാത്രമാണെന്നായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞരുടെ നിഗമനം. അതിലും കൂടുതൽ വലുതാകുന്നതിന് മുന്നേ അവ പൊട്ടിച്ചിതറും. അതുകൊണ്ട് 2150 മടങ്ങ് വലിപ്പമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അതിശയിക്കും.
ഈ നക്ഷത്രത്തിന് നമ്മുടെ സൗരയൂഥത്തിന്റെ മധ്യത്തിൽ വെച്ചാൽ അതിന് സാറ്റേണിന്റെ ഓർബിറ്റിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഇതിനു ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 9 മണിക്കൂറുകളെടുക്കും. താരതമ്യേന പറഞ്ഞാൽ അതേ വേഗത്തിൽ സൂര്യന് ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ വെറും 14.5 സെക്കൻഡുകൾ മതി. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നാൽ ഈ നക്ഷത്രം നിലനിൽക്കുന്നത് സ്റ്റീഫൻസൺ നക്ഷത്ര കൂട്ടത്തിൽ തന്നെയാണോ എന്നത് ഇപ്പോൾ വലിയൊരു സംശയമാണ്. 2150 മടങ്ങ് വലിപ്പം എന്ന കണക്ക് തന്നെയാണ് അങ്ങനെ സംശയിക്കാനുള്ള ഒരു കാരണം. പക്ഷെ അതത്ര പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നില്ല. എന്തെന്നാൽ സൈദ്ധാന്തികപരമായി ഒരു നക്ഷത്രത്തിന് സൂര്യന്റെ 1500 മടങ്ങിൽ കൂടുതൽ വലിപ്പം വയ്ക്കാൻ കഴിയും. പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ കരുതപ്പെടുന്ന ദൂരം വെച്ച് നോക്കുമ്പോൾ ഇതിനുണ്ടായിരിക്കേണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇതിന്റെ പ്രകാശം. 2010 നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ഇതിന്റെ പ്രകാശ തീവ്രത സൂര്യന്റെ 90,000 മടങ്ങാണെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും ഇതിന് സൂര്യന്റെ 6 ലക്ഷത്തിൽ കൂടുതൽ മടങ്ങ് തിളക്കമുണ്ടെന്ന കാര്യം കണ്ടെത്തി. 19,000 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള സൂര്യന്റെ 2150 മടങ്ങ് വലിപ്പമുള്ള ഒരു റെഡ് ജെയിന്റ് നക്ഷത്രത്തിന് ഇത്രയും പ്രകാശമുണ്ടായിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഇതൊരുപക്ഷെ നമ്മൾ കരുതുന്നതിനേക്കാൾ ഒരുപാട് സമീപത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിന് പരമാവധി സൂര്യന്റെ 1000 മടങ്ങ് വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്നാണ് അവസാനം നടത്തിയ നിരീക്ഷണങ്ങൾ ഉളവാക്കുന്ന സംശയം. അതായത് നേരത്തെ കരുതിയിരുന്നതിന്റെ പകുതി വലിപ്പം. പക്ഷേ നിലവിൽ ഇതിന്റെ ദൂരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ദൂരം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അതിന്റെ വലിപ്പവും കൃത്യമായി നിർണ്ണയിക്കാനാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം. പക്ഷെ നിലവിൽ അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. മറ്റൊരു കാര്യം, ശാസ്ത്രജ്ഞർ ഇതിന്റെ വലിപ്പം നിർണയിച്ചത് ശരിയായിരിക്കാൻ 50% പോലും സാധ്യതയില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ച കണക്കുകൂട്ടലുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം ഏതാണ്? ഏറ്റവും വലിയ നക്ഷത്രമെന്ന സ്ഥാനം നിലവിൽ നൽകിയിരിക്കുന്നത് WOHG64 എന്നൊരു നക്ഷത്രത്തിനാണ്. ഇത് നമ്മുടെ മിൽക്കി വേയുടെ സമീപത്തുള്ള ലാർജ് മെഗലനിക് ക്ലൗഡ് എന്ന ചെറിയൊരു ഗാലക്സിയിലാണ് നിലനിൽക്കുന്നത്. ലാർജ് മെഗലനിക് ക്ലൗഡ് ശരിക്കും മിൽക്കി വേയുടെ ഒരു സാറ്റലൈറ്റ് ഗാലക്സിയാണ്. അതായത് ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് പോലെ വലിയ ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ബലത്തിനു കീഴിലായിരിക്കുന്ന ചെറിയ ഗാലക്സികളാണ് സാറ്റലൈറ്റ് ഗാലക്സികൾ. എന്തായാലും WOHG64 നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും ഏകദേശം 1,60,000 പ്രകാശവർഷങ്ങൾക്കകലെയാണ്. ഇതിന് സൂര്യന്റെ 1540 മടങ്ങ് വലിപ്പമുണ്ട്. എന്നുവെച്ചാൽ ഏകദേശം 215 കോടി കിലോമീറ്റേഴ്സിന്റെ വ്യാസം. അപ്പോൾ ഇതിനെ എടുത്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വെച്ചാൽ അതിന്റെ വലിപ്പം ജൂപ്പിറ്ററിന്റെ ഓർബിറ്റും കഴിഞ്ഞു പോകും. ഇതിന് സൂര്യന്റെ 3 ലക്ഷത്തോളം മടങ്ങ് തിളക്കവുമുണ്ട്. ഈ നക്ഷത്രം വളരെ വേഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷം ഭൂമിയുടെ 200 മടങ്ങ് മാസിന് തുല്യമായ അളവിലാണ് ഈ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുന്നത്. ഈ പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ കാരണം ഇതിനു ചുറ്റും പൊടിപടലത്തിന്റെ വലിയൊരു ആവരണമുണ്ട്. ഏകദേശം 1 പ്രകാശ വർഷമാണ് ഈ പൊടിപടലത്തിന്റെ വ്യാസം. ഈ ആവരണത്തിലുള്ള പദാർത്ഥങ്ങൾ മാത്രം എടുത്താൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റം പോലത്തെ 9 പുതിയ സോളാർ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ നക്ഷത്രത്തിന്റെ വലിപ്പത്തിലും കൃത്യത കുറവുണ്ട്. അതിന്റെ പ്രധാന പ്രശ്നം ഈ നക്ഷത്രത്തിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിപടലങ്ങളാണ്. അത് കാരണം നക്ഷത്രത്തിനെ നിരീക്ഷിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ വലിപ്പത്തിനെ സംബന്ധിച്ച കണക്കുകൂട്ടലുകളിലും ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരിക്കും. 2018 നടത്തിയ ചില ഗവേഷകരുടെ കണക്കുകൂട്ടലിൽ ഈ നക്ഷത്രത്തിന് ചിലപ്പോൾ സൂര്യന്റെ 3000 മടങ്ങ് വരെ വലിപ്പമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് സ്റ്റീഫൻസൺ 2-18ന്റെ ആദ്യം നിർണയിച്ച വലിപ്പത്തിനേക്കാൾ ഒരുപാട് കൂടുതൽ. എന്നിരുന്നാലും ഇതുവരെ നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയും അതിനെ തുടർന്ന് നടത്തിയ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രത്തിന് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ വലിപ്പമാണ് സൂര്യന്റെ 1540 മടങ്ങ് വലിപ്പം. മറ്റൊരു കാര്യം, ഇത്രയേറെ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ മാസ് വളരെ കുറവാണ്. ഇതിന് സൂര്യന്റെ 25 മടങ്ങ് മുതൽ പരമാവധി 40 മടങ്ങ് വരെ മാത്രമേ മാസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് ഈ നക്ഷത്രത്തിന്റെ മാത്രം കാര്യമല്ല, റെഡ് ജെയിന്റുകളായ എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെ തന്നെയാണ്. സൂര്യന്റെ 40 മടങ്ങ് മാസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ചെറുതൊന്നുമല്ല. പക്ഷെ ഏറ്റവും മാസ് കൂടിയ നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ചെറുത് തന്നെയാണ്. ഉദാഹരണത്തിന് ബാച്ച് 9998. ഇതും ലാർജ് മാഗല്ലനിക് ക്ലൗഡിൽ നിലനിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇതിന് നമ്മുടെ സൂര്യന്റെ വെറും 37.5 മടങ്ങ് വലിപ്പമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതിനെ എടുത്ത് സൂര്യന്റെ സ്ഥാനത്തിൽ വെച്ചാൽ അതിന്റെ വലിപ്പം മെർക്കുറിയുടെ ഓർബിറ്റിന്റെ പകുതി പോലും എത്തില്ല. WOHG64 താരതമ്യം ചെയ്യുമ്പോൾ ഈ നക്ഷത്രം തീരെ ചെറുതാണ്.
എന്നാൽ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാസ് കൂടിയ നക്ഷത്രം. ഇതിന് സൂര്യന്റെ 226 മടങ്ങോളം മാസ് ഉണ്ട്. നിലവിൽ WOH G64നെയാണ് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ നക്ഷത്രം ഇതായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതുവരെയുള്ള ബഹിരാകാശ നിരീക്ഷണ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഇനിയും നമ്മുടെ പ്രപഞ്ചത്തിൽ ധാരാളം ഉണ്ടായിരിക്കാം. പ്രപഞ്ച വലിപ്പം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ബഹിരാകാശത്തിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും കണ്ടെത്താൻ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള സകല നക്ഷത്രങ്ങളെക്കാളും ഒരുപാട് ഭീമാകാരമായ നക്ഷത്രങ്ങളെ ഇനിയും നമ്മൾ ഭാവിയിൽ കണ്ടെത്തുമായിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.